നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്ന് കഴിഞ്ഞ ദിവസം യമുന റാണി എവിക്ട് ആയിരുന്നു. 30 ദിവസത്തോളം ബിഗ് ബോസ് ഹൗസിൽ ചെലവഴിച്ച ശേഷമാണ് യമുന പുറത്തെത്തിയത്. ഇപ്പോഴിതാ നല്ല സമയത്താണ് താൻ പുറത്തെത്തിയത് എന്നും ഇതിൽ കൂടുതൽ ദിവസങ്ങൾ തനിക്ക് അവിടെ ചെലവഴിക്കാൻ സാധിക്കില്ല എന്നുമാണ് യമുന പറയുന്നത്. ബിഗ് ബോസ് വലിയ അനുഭവമാണ് എന്നും താരം കൂട്ടിച്ചേർത്തു. യമുനയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇനി കുറച്ചുകൂടി അവസരങ്ങൾ എനിക്ക് കിട്ടുമെന്നാണ് 30 ദിവസത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കുറെ കുട്ടികളായിരുന്നു ഇത്തവണ, പക്വതയില്ലാത്ത കുട്ടികളായിരുന്നു അതിനകത്ത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അവരുടെ ഒരു പ്ലേ ഗെയിം എന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്നത് പോലെ ഞാൻ ഇറങ്ങിയത് നല്ല സമയത്താണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് പ്രേക്ഷകരുടെ സ്നേഹം കൊണ്ടാണ് അകത്തേക്ക് കയറിയത്. തിരിച്ചിറങ്ങിയപ്പോഴും അതേ സ്നേഹമുണ്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്കറിയില്ല പുറത്ത് എന്തൊക്കെ സംഭവിച്ചു എന്നത്. ഞാൻ എൻ്റെ ക്യാരക്ടറിനനുസരിച്ച് തന്നെ നിൽക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു ഗെയിം പ്ലാനും ഇല്ലാതെ നിന്നയാളാണ് ഞാൻ. അവിടെ ചെന്ന ഒഴുക്കിനൊത്ത മുന്നോട്ട് പോയതാണ്. പ്രത്യേകിച്ച് അവിടെ ഉണ്ടാക്കി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞും ചെയ്തും അവിടെ നിന്നു. ഞാൻ കുറച്ചുകൂടി സ്ട്രേറ്റ് ഫോർവേഡും ജെനുവിനുമാണ്. നമ്മുടെ സംസ്കാരത്തിന്റെ കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ടല്ലോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇറങ്ങിയത് നന്നായി. ജാൻമണിയുടെ കരച്ചിൽ ശരിക്കും ഫീൽ ചെയ്തു. ജാൻ ഇപ്പോഴും നോർമൽ ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് അവിടെ വലിയൊരു കണക്ഷൻ ജാനുമായിട്ടുണ്ടായി. കാരണം ജാൻ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ജാനെ ചേർത്തു പിടിക്കണമെന്നും പ്രൊട്ടക്ട് ചെയ്യണമെന്നും തോന്നി. ആ ഒരു ബന്ധം ജാനുമായിട്ടായിരുന്നു. നിലവിൽ ഒരു BB മെറ്റീരിയൽ ആയിട്ടുള്ള ആരും അവിടെയില്ല. ഓരോരുത്തരും ഓരോ ഗെയിം പ്ലാനുമായിട്ട് വന്നതല്ലേ. അതിൻ്റെതായ പ്രശ്നങ്ങളായിരിക്കും എന്ന് തോന്നുന്നു. ഈ എവിക്ഷൻ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. ബിഗ് ബോസ് വീട് എന്നത് വേറൊരു ലോകമാണ്. അതിനകത്ത് കയറിയാൽ മാത്രമേ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. റോക്കി ചെയ്തത് തെറ്റ് തന്നെയാണ്. ഒരു ഷോയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. റോക്കി പറയുന്ന ചില പോയിന്റുകളൊക്കെ ശരിയായിരുന്നു. ബുദ്ധിപൂർവം കളിക്കാൻ അറിയാവുന്ന ഒരാളായിരുന്നു എന്ന് യമുന പറയുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.